സംസ്ഥാന ബജറ്റിനെതിരെ വിമർശനം തുടർന്ന് CPI നേതാവും ഡെപ്യൂട്ടി സ്പീക്കറുമായ ചിറ്റയം ഗോപകുമാറാണ് നിയമസഭയിൽ ധനമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചത്. MLA-മാരുടെ അധികാരങ്ങൾ കവർന്നെടുക്കാൻ ധനവകുപ്പ് ശ്രമിക്കുന്നുവെന്ന് ചിറ്റയം പറഞ്ഞു. സപ്ലൈകോയ്ക്കായി പ്രത്യേക പാക്കേജ് പ്രഖ്യാപിക്കണമെന്നും ചിറ്റയം ആവശ്യപ്പെട്ടു. ബജറ്റിൽ CPIക്ക് അതൃപ്തിയുണ്ടെന്ന വാർത്തകൾ മാധ്യമ സൃഷ്ടിയാണെന്ന് പറഞ്ഞ ധനമന്ത്രി KN ബാലഗോപാലിനുള്ള മറുപടി തന്നെയായിരുന്നു ഡെപ്യൂട്ടി സ്പീക്കറും CPI നേതാവുമായ ചിറ്റയം ഗോപകുമാറിന്റെ നിയമസഭയിലെ പ്രസംഗം. ബജറ്റിന്മേലുള്ള ചർച്ചയിൽ ധനവകുപ്പിന്റെ നിലപാടിനെതിരെ ശക്തമായ വിമർശനം ചിറ്റയത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായി. ആസ്തി വികസന ഫണ്ട് എങ്ങനെ വിനിയോഗിക്കണമെന്ന അവകാശം MLA-മാർക്കുണ്ട്. MLA-മാരുടെ അവകാശം കവർന്നെടുക്കാനുള്ള ധനവകുപ്പിന്റെ ബോധപൂർവമായ ശ്രമം നടക്കുന്നുവെന്നായിരുന്നു ചിറ്റയത്തിന്റെ വിമർശനം. എന്നാൽ ഇപ്പോ എന്റെ രണ്ട് പദ്ധതി അടൂര് ഗാന്ധി പാർക്കുമായി ബന്ധപ്പെട്ട ഒരു പദ്ധതിക്ക് ഞാൻ 60 ലക്ഷം രൂപ അനുവദിച്ചു. യാതൊരുവിധ പ്രശ്നമില്ലാതെ ധനകാര്യ വകുപ്പ് അത് ഒബ്ജക്ഷൻ പറഞ്ഞിരിക്കുകയാണ്. അത് സ്വാഭാവികമായിട്ട് പിന്നെ അതുപോലെ തന്നെ അന്തിപ്പച്ചയ്ക്ക് വേണ്ടി 14 ലക്ഷം രൂപ അനുവദിച്ചു. സാർ തരാതിരിക്കുകയാണ് ധനകാര്യ വകുപ്പ്. എന്താ കാര്യം എനിക്കറിയില്ല. കാരണം MLA-മാർക്കുള്ള അവകാശത്തെ കവർന്നെടുക്കാൻ വേണ്ടിയുള്ള ബോധപൂർവ്വ പരിശ്രമമാണോ ധനവകുപ്പ് ചെയ്യുന്നത് എനിക്കറിയില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ അങ്ങ് ഇടപെടണം. അങ്ങ് ഇടപെട്ടതിന് പരിഹാരം ഉണ്ടാക്കണം. ബജറ്റിലെ സപ്ലൈകോ അവഗണനയും CPI MLA-മാർ സഭയിൽ ഉന്നയിച്ചു. പ്രതിസന്ധിയിലുള്ള സപ്ലൈകോയെ സംരക്ഷിക്കേണ്ട ബാധ്യത സർക്കാരിനുണ്ടെന്ന് ചിറ്റയം പറഞ്ഞു. സപ്ലൈകോയെ സംരക്ഷിക്കാനുള്ള ധാർമ്മികമായ ബാധ്യത ഗവൺമെന്റ് ഏറ്റെടുക്കണം. ഈ സാഹചര്യത്തിൽ സപ്ലൈകോ സംരക്ഷിക്കുന്നതിന് ഒരു പാക്കേജ് എന്ന നിലയിൽ 500 കോടി രൂപയെങ്കിലും വകയിരുത്തണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. K-സ്റ്റോർ വ്യാപകമാക്കാനും അതിലൂടെ ചെറുകിട വ്യവസായ സ്ഥാപനങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തി കൂടുതൽ സേവനം ലഭ്യമാക്കാനും കഴിയണം സാർ. റേഷൻ കടകളുടെ പശ്ചാത്തല സൗകര്യം വർദ്ധിപ്പിച്ച് കുറഞ്ഞത് 2 മാസത്തെ വിതരണത്തിന് ആവശ്യമായ ഭക്ഷ്യധാന്യങ്ങൾ റേഷൻ കടയിൽ സൂക്ഷിക്കാൻ കഴിയുന്ന തരത്തിലേക്കുള്ള വലിയ ഒരു ഇടപെടൽ കൂടി നടത്തണമെന്ന് ഞാൻ അങ്ങോട്ട് ആവശ്യപ്പെടുകയാണ്. സപ്ലൈകോ ഉൾപ്പെടെ CPI മന്ത്രിമാർ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾക്ക് കൂടുതൽ തുക വകയിരുത്തണമെന്ന് മറ്റ് MLA-മാരും ആവശ്യപ്പെട്ടു. ഏതായാലും സഭയിൽ CPIയുടെ ഭാഗത്തുണ്ടായ കടുത്ത വിമർശനം ധനമന്ത്രിക്കും സർക്കാരിനും പുതിയ വെല്ലുവിളിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.